പി.വി. അൻവറും സി.കെ. ജാനുവും യു.ഡി.എഫിൽ അസോസിയേറ്റ് അംഗങ്ങളാകാൻ യു.ഡി.എഫ് യോഗത്തിൽ ധാരണയായി. കേരള കോൺഗ്രസ് എം നിലപാട് പറയട്ടെയെന്നും യോഗം വ്യക്തമാക്കി. അങ്ങോട്ട് പോയി ചർച്ചയില്ലെന്നാണ് തീരുമാനം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഒരുങ്ങാനുള്ള തീരുമാനത്തിലാണ് യു.ഡി.എഫ്. സീറ്റ് വിഭജനം നേരത്തെ തീർക്കും. ജനുവരിയിൽ സീറ്റ് വിഭജനം തീർക്കാൻ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. പി.വി. അൻവറും സി.കെ. ജാനുവും യു.ഡി.എഫിൻ്റെ ഭാഗമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വാർത്താസമ്മേളനത്തിൽ ഔദ്യോഗികമായി അറിയിച്ചു. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ ബി.എസ്.ഡി.പിയും യു.ഡി.എഫിൻ്റെ ഭാഗമാകും. യു.ഡി.എഫ് അസോസിയേറ്റ് അംഗങ്ങളാക്കാനാണ് യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. സി.കെ. ജാനുവും വിഷ്ണുപുരം ചന്ദ്രശേഖരും എൻ.ഡി.എ ഘടകകക്ഷികളായിരുന്നു. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ നിയമസഭാ സീറ്റ് വിഭജനം യു.ഡി.എഫ് ജനുവരിയിൽ പൂർത്തിയാക്കുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. 3 പാർട്ടികളും യു.ഡി.എഫിനെ സമീപിച്ചവരാണെന്നും മൂവരും ഒരു ഉപാധിയും മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. മറ്റൊരു പാർട്ടികളുമായി യു.ഡി.എഫ് ചർച്ചകൾ നടത്തുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ CPM-ഉം BJP-യുമായും ഒരു ധാരണയുമുണ്ടാക്കില്ല. യു.ഡി.എഫ് അടിത്തറ വിപുലീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattanur.